നമ്മുടെ SSLC ഇംഗ്ലീഷ് എക്സാമിന് ഗ്രാമർ പോർഷനിൽ, അതായത് നമ്മുടെ കോൺവെർസേഷൻ കംപ്ലീഷനകത്ത് നിങ്ങൾക്ക് ഷുവറായിട്ട് 1 മാർക്ക് കിട്ടുന്നൊരു ടോപ്പിക്കാണ് ഇഫ് ക്ലോസ് അഥവാ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഷുവറായിട്ട് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഉറപ്പായിട്ടും കോൺവെർസേഷൻ കംപ്ലീഷൻ എന്ന് പറയുന്ന ക്വസ്റ്റിനകത്ത് ഇഫ് ക്ലോസ് വരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഒരു ഓപ്ഷൻ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. വെറും 3 കാര്യം പഠിച്ചാൽ മതി, നമുക്ക് ആ 1 മാർക്ക് കിട്ടും. ഒത്തിരി പഠിക്കാനൊന്നുമില്ല, സിമ്പിളായിട്ട് കുറച്ച് കാര്യം മനസ്സിലാക്കിയാൽ മതി. അപ്പം ഒരുപാട് ഡീപ്പായിട്ട് പറയാനുണ്ട്, ഞാനത് ഒത്തിരി ഡീപ്പാക്കി പറയുന്നില്ല, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പം ഇഫ് ക്ലോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇത് ഈ ഇഫ് ചേർന്ന് വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് നോർമലി പറയുക. ഇതൊരു ക്ലോസ് ആണ്, ഇത് മറ്റൊരു ക്ലോസ് ആണ്. ഇവിടെ ഇപ്പം 2 ക്ലോസ് ഉണ്ട്. ഓക്കെ, പറഞ്ഞു പോവുകയാണെങ്കിൽ ഒത്തിരി ഡീപ്പായിട്ട് പോകേണ്ടി വരും. ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു പ്രെഡിക്കേറ്റും ഉണ്ടാവും. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ വെർബ്. ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ടാവും. അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആവാം, ഇൻകംപ്ലീറ്റ് ആവാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഇവിടെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വെർബുണ്ട്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഒരു സബ്ജക്റ്റും ഉണ്ട്, ഇവിടെ എന്തുകൊണ്ട് വെർബും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ക്ലോസ് ആണ്. ഇതൊരു ക്ലോസ്, ഇതൊരു ക്ലോസ്. ഇവിടെയും സബ്ജക്റ്റും വെർബും ഉണ്ട്, ഇവിടെയും സബ്ജക്റ്റും വെർബും ഉണ്ട്. ഓക്കെ, ഇനി ഇത് ഇഫ് ചേർന്ന് കിടക്കുന്ന ഈ സബ്ജക്റ്റും വെർബുള്ള ഈ ഒരു സംഭവത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഇഫ് ക്ലോസ് എന്നങ്ങ് വിളിക്കാം. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന റൂൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് എപ്പോഴും ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഞാൻ ഒത്തിരി ഒന്നും പറയുന്നില്ല, ചുമ്മാ പറയുന്നത് പോകുന്നതേ ഉള്ളൂ, ഡീപ്പായിട്ട് പോകുന്നില്ല. ഇതിനെ ഞാൻ മെയിൻ ക്ലോസ് എന്ന് വിളിച്ചു. അപ്പോൾ ജനറലി ഞാൻ ഇതിനെ ഇഫ് ക്ലോസ് എന്ന് പറയുന്നു, ഇതിനെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഇഫ് ക്ലോസിനകത്ത് V1 വന്നാൽ, ഇത് ഇഫ് ക്ലോസ് ആണ്, ഇവിടെ വെർബ് എന്താണ്, ഫസ്റ്റ് ഫോമാണ്. ഇഫ് ക്ലോസിൽ V1 വന്നാൽ മെയിൻ ക്ലോസ് രണ്ടാമത്തെ ഈ ക്ലോസ് ആണ് മെയിൻ ക്ലോസ്. ഇഫ് ഇല്ലാത്ത ക്ലോസ് ആണ് മെയിൻ ക്ലോസ്. അവിടെ വില്ല് വരാം, അല്ലെങ്കിൽ ഷാൾ വരാം, അല്ലെങ്കിൽ ക്യാൻ വരാം, അല്ലെങ്കിൽ മേ വരാം. അതിനുശേഷം എന്ത് വരാൻ പാടുള്ളൂ, വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ഓക്കെ, അതെന്താണ്, ബേസ് ഫോമേ വരാവൂ. V1 2 ഉണ്ട്. V1 സിംഗുലറും ഉണ്ട്, V1 പ്ലൂറലും ഉണ്ട്. നമ്മളെപ്പോഴും മൊഡാൽ ഓക്സിലറി, ഈ വില്ല്, ഷാള്, ക്യാൻ, മേ, അല്ലെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ഓക്സിലറിയാണ്, മൊഡാൽ ഓക്സിലറിയാണ്. മൊഡാൽ ഓക്സിലറിക്ക് ശേഷം എപ്പോഴും ഒരു വെർബിൻ്റെ ബേസ് ഫോമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, വെർബിൻ്റെ ബേസ് ഫോം എന്ന് പറഞ്ഞാൽ അതെപ്പോഴും അതിൻ്റെ പ്ലൂറൽ ഫോമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡു ഫോമാണ്. ഓക്കെ, ഇവിടെ പാസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അത് ബേസ് ഫോമാണ്. ഇനി ഈറ്റ് എന്ന് പറഞ്ഞാൽ ബേസ് ഫോമാണ്. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ബേസ് ഫോമാണ്. ഇനി അടുത്ത് റൈറ്റ് എന്ന് പറഞ്ഞാൽ ബേസ് ഫോമാണ്. ഇതെല്ലാം പ്ലൂറലാണ്. അവസാനം ESO അല്ലെങ്കിൽ SO വരത്തില്ല. അതാണ് നമ്മുടെ ബേസ് ഫോം എന്ന് പറയുന്നത്. ഇനി അപ്പം ഒന്നാമത്തെ റൂൾ മനസ്സിലായി. ഇഫ് ക്ലോസിൽ V1 വന്നാൽ മെയിൻ ക്ലോസിനകത്ത് വില്ല് വരാം, അല്ലെങ്കിൽ ഷാൾ വരാം, അല്ലെങ്കിൽ ക്യാൻ വരാം, അല്ലെങ്കിൽ മേ വരാം. അതിനുശേഷം വെർബിൻ്റെ ബേസ് ഫോം. ഇഫ് യു സ്റ്റഡി വെൽ, സ്റ്റഡി V1 ആണ്. യു വിൽ പാസ്, വില്ലും വന്നു, പാസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഫോം വന്നു. ഒന്നാമത്തെ റൂൾ നമ്മൾ പഠിച്ചു, തീർന്നു. ഇനി ഇഫ് ക്ലോസിൽ V2 വരികയാണ്. അപ്പം ഇഫ് യു സ്റ്റഡീഡ് വെൽ, സ്റ്റഡീഡ് എന്ന് പറയുമ്പോൾ V2 ആണ്, നമുക്കറിയാം. എങ്കിൽ മെയിൻ ക്ലോസിൽ വുഡോ, ഷുഡോ, കുഡോ, മൈറ്റോ വരാം. അതിനുശേഷം എന്തേ വരുള്ളൂ, V1 ബേസേ വരുള്ളൂ. നമുക്കറിയാം വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, വിൽ, ഷാൾ, ക്യാൻ, മേ, ഇതെല്ലാം നമ്മൾ എന്ത് പറഞ്ഞു, മൊഡാൽ ഓക്സിലറി ആണെന്ന് പറഞ്ഞു. മൊഡാൽ ഓക്സിലറിക്ക് ശേഷം എപ്പോഴും എന്തേ വരത്തുള്ളൂ, വെർബിൻ്റെ ബേസ് ഫോമേ വരത്തുള്ളൂ. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇഫ് യു സ്റ്റഡീഡ് വെൽ, യു വുഡ് പാസ്. പാസ് നമ്മൾ എന്തിനു എഴുതിയിട്ടുണ്ട്, V1 തന്നെ എഴുതിയിട്ടുണ്ട്. അടുത്ത ഇഫ് ക്ലോസിൽ എന്ത് വരുവാണ്, ഹാഡ് പ്ലസ് V3 വരുവാണ്. എങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, ഓർ അത് കഴിഞ്ഞിട്ട് എന്ത് വരാം, ഹാവും പിന്നെ V3 വരണം. ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് ഹാവ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഒക്കെ എന്ത് ഓക്സിലറിയാണ്, നമുക്കറിയാം മൊഡാൽ ഓക്സിലറിയാണ്. ആ മൊഡാൽ ഓക്സിലറിക്ക് ശേഷം ഒരു വേർബിൻ്റെ ബേസ് ഫോമേ വരാൻ പാടുള്ളൂ, പ്ലൂറൽ ഫോമേ വരാൻ പാടുള്ളൂ. നമുക്കറിയാം H തുടങ്ങുന്ന ഓക്സിലറി വെർബ്സ് നമുക്ക് 3 ഉണ്ട്. ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്, ഹാഡ് ഉണ്ട്. ഇത് നമ്മൾ എന്ത് പറയും, ഹാവ് ഫാമിലി എന്ന് പറയും. അപ്പോൾ ഈ ഹാവ് ഫാമിലിക്കകത്ത് ബേസ് ഫോം എന്ന് പറഞ്ഞാൽ അതായത് തന്നെയാണ്, ഹാവ് ആണ്. ബേസ് ഫോം ഏതാണ്, ഹാവ് ആണ്. പ്ലൂറൽ ഹാവ് അല്ലേ, പ്ലൂറൽ. സിംഗിൾ ഏതാടാ, ഹാസ് ആണ്. ഹാസും ഹാവ് എന്താണ്, V1 ആണ്. ഇതിൻ്റെ V2 ആണ് ആരെന്ന് പറഞ്ഞാൽ, ഹാഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ V3 അല്ലേ നമ്മൾ വെർബ് ഉപയോഗിക്കുന്നേ. ഈ മൊഡാലിന് ശേഷം നമുക്ക് V3 ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റുമോ, ഇല്ല, ബേസ് ഫോമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം അവിടെ ഹാവ് വന്നു. അപ്പം ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡോ, ഷുഡോ, കുഡോ, മൈറ്റോ വരാം. അതിനുശേഷം എന്ത് വരണം, ഹാവ് പ്ലസ് V3 വരണം. ഇവിടെ നോക്കിയേ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ,
ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് ഇതിന് ശേഷം ഒരു വെർബ് വരുന്നുണ്ടെങ്കിൽ ആ വെർബ് എന്ത് ഫോമായിരിക്കും? V3 ഫോമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റഡീഡ് V2 ആണോ എന്നൊന്നും കൺഫ്യൂഷൻ നിങ്ങൾ അടിക്കേണ്ട. അതിന് മുന്നേ ആരുണ്ട്? ഹാഡ് ഉണ്ട്. അതുകൊണ്ട് ഈ സ്റ്റഡീഡ് എന്ത് തന്നെയാണ്? V3 തന്നെയാണ്. ഇനി ഇവിടെ ഹാവ് ഉണ്ട്. ഈ പാസ്റ്റ് എന്താണ്? V3 ആണ്. അപ്പോൾ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു കുഡ്. ഓക്കെ, നമ്മൾ എഴുതി യു കുഡ് ഹാവ് പാസ്ഡ് ദി എക്സാം. ഹാവും പാസ്ഡും എഴുതി. ഹാവ് പ്ലസ് V3. ഇത് മനസ്സിലായോ? സിമ്പിളാണ്. നിങ്ങൾക്ക് ഇഫ് ക്ലോസ് വേണമെന്നുണ്ടെങ്കിൽ ഇഫ് ക്ലോസ് തന്നിട്ട് മെയിൻ ക്ലോസ് എന്ത് ചെയ്യാം? ഫില്ല് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ മെയിൻ ക്ലോസ് തന്നിട്ട് ഇഫ് ക്ലോസിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അങ്ങനെ വേണമെങ്കിലും തിരിച്ച് വേണമെങ്കിലും വരാം. നോർമലി നമുക്ക് കോൺവെർസേഷൻ കംപ്ലീഷനകത്ത് എപ്പോഴും തുടക്കം പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇഫ് ക്ലോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇഫ് ക്ലോസ് കാണും, നമ്മൾ മെയിൻ ക്ലോസ് ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഈസി അല്ലേ?